പിന്നില്ലേ, കൊയിലാണ്ടിയിൽ ഇന്നും രാവിലെ തന്നെ പതിവുപോലെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്ത് റോഡെല്ലാം കുണ്ടും കുഴിയായതിനു ശേഷം ഇപ്പോൾ ദിവസവും ഇതാണ് ഇവിടുത്തെ കാഴ്ച. ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങുന്നത് കൊണ്ട് സമയമെല്ലാം തെറ്റുമ്പോൾ ബസ്സുകളെല്ലാം ഹൈവേ വഴി പുതിയ നന്ദി ചെങ്ങോട്ടുകാവ് ബൈപ്പാസ് വഴി കയറി പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാരണം പോലീസെല്ലാം തടഞ്ഞിട്ട് ഇപ്പോൾ അവർ ഇത് ബ്ലോക്കിൽ കൂടെ തന്നെയാണ് പോകുന്നത്. കൊയിലാണ്ടിയിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും 2-3 കിലോമീറ്ററുകളോളം നീളത്തിൽ ഈ ബ്ലോക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളും ഈ ബ്ലോക്കിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. മുഴുവൻ സമയവും ഈ ബ്ലോക്കിൽ കഴിയുന്ന ഓട്ടോറിക്ഷക്കാർ പോലുള്ള ആളുകൾക്കാണ് ഇതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട്. സമയം തെറ്റി വരുന്ന ബസ്സുകളെല്ലാം ഈ ബ്ലോക്കിൽ ഇങ്ങനെ കടക്കുമ്പോൾ ഇത് റോങ് സൈഡൊക്കെ കയറി ഇതുപോലെ വരാറുണ്ട്. അവർക്ക് സമയത്തിനോടുണ്ടതുകൊണ്ട് ഇവരിങ്ങനെ ഈ ബ്ലോക്കിലൊക്കെ കുത്തിക്കയറി വന്ന് കൂടുതൽ ബ്ലോക്കാക്കിയിടും. അങ്ങനെ കയറി വന്ന ഒരു വാഹനത്തിന് സൈഡ് കൊടുത്ത് പണി കിട്ടിയ ഒരു ലോറിക്കാരൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. റോഡ് സൈഡിലുള്ള മരത്തിനോട് ലോഡ് തട്ടി അതിൻ്റെ ദാർപ്പായെല്ലാം കീറി. വണ്ടിയിലുണ്ടായിരുന്ന ലോഡ് മല്ലിയും ജീരകവും പോലുള്ള സാധനങ്ങളായിരുന്നു. ചാക്കെല്ലാം കീറി സാധനങ്ങളെല്ലാം റോഡിലേക്ക് തെറിച്ച് വീണിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നും കോഴിക്കോടേക്കുള്ള ലോഡുമായി വരുന്ന ലോറിയാണിത്. ട്രിപ്പ് തീരാൻ കഷ്ടിച്ചൊരു 25 കിലോമീറ്റർ കൂടി ദൂരമേ ഉള്ളൂ. അപ്പോഴാണ് ഇയാൾക്ക് ഈ ഗതികേട് വന്നത്. 4-5 ദിവസത്തോളം കഷ്ടപ്പെട്ട് രാപ്പകലില്ലാതെ ഓടി വരുന്ന വാഹനമാണിത്. റോഡ് സൈഡിൽ കാണുന്ന ആ മരം റോഡിലേക്ക് കുറച്ച് തള്ളി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ലോഡ് ആ മരത്തിലോട് തട്ടിയതാണ്. അങ്ങനെയാണ് ഇതിപ്പോൾ ഇവിടെ സംഭവിച്ചത്. പിന്നെ നാട്ടുകാരും ഡ്രൈവർമാരെല്ലാം കൂടി റോഡിൽ വീണ സാധനങ്ങളെല്ലാം ഒരു ചാക്കിലേക്ക് കയറ്റി നിറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവറെ സഹായിക്കുന്നുണ്ട്. മരത്തിനോട് തട്ടി അതിൻ്റെ കയറെല്ലാം പൊട്ടിയിട്ടുണ്ട്. ദാർപ്പായി നമ്മൾ ടൈറ്റായി കിട്ടുന്ന കയറെല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി ഇതെല്ലാം രണ്ടാമത് മാറ്റിക്കെട്ടാതെ അയാൾക്ക് യാത്ര തുടരാൻ കഴിയില്ല. ഒരു 4-5 ചാക്കിൽ കൊള്ളാവുന്നതിലധികം സാധനം ഇങ്ങനെ റോഡിലേക്ക് പോയിട്ടുണ്ട്. പരമാവധി സാധനം നഷ്ടപ്പെടാതെ എല്ലാവരും കൂടി ഇതെല്ലാം ചാക്കിൽ നിറച്ച് ആ ഡ്രൈവറെ സഹായിച്ചിട്ടുണ്ട്. അയാളതെല്ലാം എടുത്ത് വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ മരം കുറച്ചു കാലമായിട്ട് റോഡിലേക്ക് ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അതിൻ്റെ മുകൾ ഭാഗം ആണ് ഇങ്ങനെ അധികവും ലോറിക്കൊക്കെ തട്ടുന്നത്. ഇതിപ്പോൾ 2-3 തവണയായി ഇങ്ങനെ പല വണ്ടികൾക്ക് തട്ടിയിട്ട് ഇതേ അവസ്ഥ ഉണ്ടാവാറുണ്ട്. ലോഡെല്ലാം റോഡിലേക്ക് തെറിച്ച് വീഴുന്ന അവസ്ഥ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. വലിയ ലോഡുമായി വരുന്ന ലോറിക്കാർക്കാണ് അധികവും ഇങ്ങനെ സംഭവിക്കാറ്. അവർ ഈ മരം അങ്ങനെ ശ്രദ്ധയിൽപ്പെടില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ബ്ലോക്ക് ഇങ്ങനെ തുടരുന്നത് കൊണ്ട് നമ്മുടെ സ്റ്റാൻഡിൽ ഇപ്പോൾ വണ്ടികളൊക്കെ കുറവാണ്. ഇപ്പോൾ അധികവും വണ്ടികളൊന്നും സ്റ്റാൻഡിൽ വരാറില്ല. ഇന്നിപ്പോൾ ഇവിടെ റോഡിലെ കുഴിയെല്ലാം പാച്ച് വർക്ക് ചെയ്ത് അടയ്ക്കുന്നുണ്ട്. മഴ പെയ്തതിന് ശേഷം ഇങ്ങനെ കുഴി 2-3 തവണ പാച്ച് വർക്ക് ചെയ്തു. ഒരാഴ്ചയിലധികം നിൽക്കില്ല, അപ്പോഴേക്കും വീണ്ടും പോകും. പാച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോഡ് ഇങ്ങനെ കട്ടിങ് ആയിട്ട് നിൽക്കും. ചെറിയ വാഹനങ്ങൾക്കൊക്കെ അതിലൂടെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്തായാലും കുഴിയിലൂടെ പോകുന്നതിനേക്കാൾ കുറച്ച് ആശ്വാസം കിട്ടും. കൊയിലാണ്ടി ഭാഗത്ത് യാത്രക്കാർ പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടാണ് ഇന്ന് ബസ്സുകളെല്ലാം ഹൈവേ വഴി ബൈപ്പാസ് വഴി പോകാൻ പോലീസ് സമ്മതിക്കാത്തത്. പക്ഷേ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെ അതുവഴി വിടുന്നതിന് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം കൊയിലാണ്ടി കഴിഞ്ഞാൽ അവർക്ക് അടുത്ത സ്റ്റോപ്പ് ചെങ്ങോട്ടുകാവാണ് വരുന്നത്. ബൈപ്പാസ് വഴി പോയാലും അവർക്ക് ചെങ്ങോട്ടുകാവിൽ തന്നെയാണ് എത്തുക. ലോക്കൽ ബസ്സുകൾക്കാണ് ഈ ബുദ്ധിമുട്ട്. കൊയിലാണ്ടിയുടെയും ചെങ്ങോട്ടുകാവിൻ്റെയും നടുക്കുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യേണ്ട ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. നേരത്തെ ലോറിക്കാരൻ 3 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിന് ശേഷം ലോഡെല്ലാം മാറ്റിക്കെട്ടിയിട്ടുണ്ട്. ഇന്ന് വന്നതിൻ്റെ നഷ്ടമെല്ലാം അയാളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ആ പാവം ലോറിക്കാരൻ്റെ ഒരവസ്ഥ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ബാക്കി കാഴ്ചകളൊക്കെ നാളെ.